ഇച്ചിരി ലേറ്റായി. ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും 5 മണി ആയിട്ടുള്ളൂ. നമ്മൾ വിചാരിച്ച ലേറ്റ് ഉണ്ടാവും വിചാരിച്ചു, പക്ഷെ ലേറ്റിന്റെ കുറവുണ്ട്. അടിപൊളി സ്ഥലമായിട്ട് നമ്മുടെ സർണിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. എന്നും വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കുക്കിംഗ് അല്ല കേട്ടോ, ഇന്ന് നമ്മൾ ട്രാവലിംഗ് ചെയ്യണേ. അപ്പോൾ നമ്മളിവിടെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. അടുത്തെന്ന് വെച്ചാൽ കുറച്ച് ദൂരം ഉണ്ട്, ഏകദേശം ഒരു 100 കിലോമീറ്ററിൻ്റെ അടുത്ത് ഉണ്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ എൻ്റെ അവിടെ ഒരു കൂട്ടുകാരനുണ്ട്. നമ്മൾ പോണ സ്ഥലത്തിൻ്റെ പേരൊന്ന് സർണിയ എന്ന് പറയും. അതായത് ഒണ്ടാരിയോയിലുള്ള ഒരു സ്ഥലമാണ് സർണിയ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ US-ഉം കാനഡയുടെ ബോർഡറാണ്. അവിടെ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട്, നല്ല ബ്ലൂ വാട്ടർ ബ്രിഡ്ജ് എന്ന് പറയാം. നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ സർണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്ക് അറിയണമെങ്കിൽ ഇപ്പോൾ സണ്ണി ലിയോൻ്റെ ഒരു നാടാണ് സർണിയ. അല്ലാണ്ട് നമുക്ക് ട്രാവലിങ്, നമുക്ക് അടിപൊളി സ്ഥലങ്ങൾ കാണാം. പിന്നെ അവിടുത്തെ ഉള്ള ഫുഡൊക്കെ കഴിച്ച് നമ്മൾ സെറ്റാക്കാം. ഒരു 100 കിലോമീറ്റർ ഉണ്ട്. നമ്മളിപ്പോൾ കൺട്രി സൈഡ് പിടിച്ചിട്ട് പോകണം, നമ്മൾ ഹൈവേ അല്ല. ഇപ്പോൾ നല്ല നല്ല വ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ കൺട്രി സൈഡ് പോകുമ്പോൾ. അപ്പോൾ നമുക്കിനി നേരെ ബ്ലൂ വാട്ടർ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം നല്ല 100 കിലോമീറ്റർ ഉള്ളു ആകെ. നമ്മളത് അതാ കാണുന്നത് കേട്ടോ, ബ്ലൂ വാട്ടർ. അതായത് US-ലേക്ക് പോകാനുള്ള വഴിയാണ്. നമ്മളതിൻ്റെ താഴേക്കാണ് ചെല്ലുക. അവിടെ ഒരു പാർക്ക് ഉണ്ട്, നമ്മളിപ്പോൾ അവിടെ ചെല്ലാണ്. ഏകദേശം നമ്മൾ എത്തിയിട്ടുണ്ട്. ഹായ് ഗൈസ്, നമ്മൾ അപ്പോൾ അതെ നമ്മുടെ ഡ്രീം പ്ലേസ് എന്ന് പറയുന്ന പോലെ കണ്ടില്ലേ, അടിപൊളി സ്ഥലമായിട്ട് നമ്മുടെ സർണിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കാണുന്നത് കേട്ടോ, നമ്മൾ ക്യാമറ നോക്കി അറിയാം, അതാണ് US, ഇതാണ് കാനഡ. അപ്പോൾ അതേ കണ്ടില്ലേ, ഈ ബ്രിഡ്ജ് കണ്ടല്ലോ, അടിപൊളി ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ, സൂപ്പർ സ്ഥലം. അപ്പോൾ അപ്പുറത്തെ കാണുന്നതാണ് നമ്മുടെ US, പിന്നെ ഇത് കാനഡ. അപ്പോൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു -1 അടുത്ത് ആവാറായിട്ടുണ്ട്. നല്ല തണുപ്പാണ്, ഞങ്ങളെല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ട് നിൽക്കണ്. അപ്പോൾ അടിപൊളി സ്ഥലമാണ്. നമുക്കിനി കുറച്ചും കൂടി അങ്ങോട്ട് നടക്കാം. അവിടെ കുറച്ചും കൂടി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാണ്ട് കുറച്ച് സ്ഥലം കൂടി ഉണ്ട്. ഏറ്റവും അറ്റത്തൊരു ഷിപ്പ് വരുന്നുണ്ട്, പക്ഷെ കാണുമെന്ന് അറിയില്ല. അപ്പോൾ അത് കാണുന്നത് ഫുള്ള് US ഒക്കെ നമ്മളെ ഫ്ലാഗ് ഉണ്ട്, US കാണാനുണ്ട്. ലൈറ്റൊക്കെ ഏകദേശം പോയി തുടങ്ങിയിട്ടാ. ഇപ്പോൾ ഒരു 5 മണി ആയിട്ടുള്ളൂ. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ക്ലൗഡിയാണ്, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ബാക്കിൽ കാണുന്നുണ്ട് ബ്ലൂ വാട്ടർ ബ്രിഡ്ജ്. ഇത് US-ക്കുള്ള ബ്രിഡ്ജാണ്. അപ്പോൾ നമ്മളിവിടെ അടുത്ത് നമ്മൾ ആ ബീച്ചും കൂടി പോകും. എന്നിട്ട് നമ്മൾ അടുത്ത പ്ലാൻ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാം, എന്തെങ്കിലും കഴിക്കണം. നമ്മുടെ അടുത്ത് നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അപ്പോൾ അവിടെ പോയി ഫുഡ് കഴിക്കാം. അതാണ് നമ്മുടെ അടുത്ത പ്ലാൻ. അപ്പോൾ നമുക്കിനി നേരെ ബീച്ചിലേക്ക് പോകാം. അടിപൊളി സ്ഥലമാട്ടാ. നമ്മളിന്റെ അടുത്തത് കാണാൻ പോകുന്ന ബീച്ചാണ്. അതായത് ഇവിടെ സർണിയയിലുള്ള ബീച്ചോ എൻ്റെ ഇപ്പോൾ എൻ്റെ പൊള്ളിയാണ്. നമ്മൾ ഇച്ചിരി ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും 5 മണി ആയിട്ടുള്ളൂ. നമ്മൾ വിചാരിച്ച് ലേറ്റ് ഉണ്ടാവും വിചാരിച്ചു, പക്ഷെ ലേറ്റിൻ്റെ കുറവുണ്ട്. പക്ഷെ ബാക്കിലുണ്ടോ പൊള്ളി. വാ, നമ്മൾ എത്തിയിട്ടോ. നമ്മള് ബീച്ചിന് കാണുന്ന ബാക്കില് സൗണ്ടൊക്കെ ആയിട്ട് അറിയാം. അടിപൊളിയായിട്ട് നമ്മൾ ഇച്ചിരി ലൈറ്റൊക്കെ പോയി. നമ്മളിപ്പോ അവിടെ അങ്ങനെ നോക്കി അടിപൊളി സ്ഥലമായിട്ട് നല്ല രസമുണ്ട്. നല്ല തണുപ്പുണ്ട്, വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ്. അടിപൊളി നല്ല രസമാണ്.
തണുപ്പുണ്ട്. അപ്പോൾ ഇതാണ് ഇനി നമ്മള് അടുത്തത് ഇനി നമ്മൾ ഡൗൺ ടൗണിൽ പോകും. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കും. അതാണ് അടുത്തത്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവനെ മീറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് അവനൊന്ന് കാണണം നമുക്ക്. അപ്പോൾ അവനിങ്ങോട്ട് വരും. അതായത് നമുക്ക് വെയിറ്റ് ചെയ്യും ഇവിടെ ബീച്ചൊക്കെ കാണാട്ടോ. ഹായ് ഗൈസ്, നമ്മൾ ഇത് ബീച്ചൊക്കെ കണ്ടു. അപ്പോൾ ബീച്ചൊക്കെ കണ്ടിട്ട് അതേ അവിടെ നമ്മുടെ ഫുള്ള് ഇരുട്ടായി. ഇനിയിപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല, കാരണം സമയം അധികം ആയിട്ടില്ല, ഒരു 6 മണി ആയിട്ടുള്ളൂ. പക്ഷെ ഭയങ്കര ഇരുട്ടായി, ലൈറ്റൊക്കെ പോയി. ഇന്ന് മഴ പെയ്യാനുള്ള ചാൻസ് കാണാനുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അവൻ വന്നപ്പോൾ ഇച്ചിരി ലേറ്റായി. ഇതാണ് നമ്മുടെ ഫ്രണ്ട് കേട്ടാ. ഇത് നമ്മുടെ ഫ്രണ്ട് ജീസനാണ്. സണ്ണിയുടെ നാട്ടുകാരനാട്ടാ, സണ്ണിലിയുടെ നാട്ടുകാരനാ. സണ്ണിയിലെ നേരെ പോകണം. നമ്മളുണ്ടല്ലോ ഇപ്പോൾ ഒരു ഇവിടെ ഡൗൺ ടൗണിൽ ഏകദേശം എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോവുകയാണെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മളിനി അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോയി. ഇപ്പോൾ സിഗ്നലായിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇനി ഇങ്ങോട്ട് തിരിഞ്ഞാൽ നേരെ റെസ്റ്റോറൻറ്റ് കയറും. അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. ഒരു ഇന്ത്യൻ വരാജ് ഇന്ത്യൻ ബാർ ആൻഡ് ഗ്രില്ലാണ്. അപ്പോൾ അത്യാവശ്യം നല്ല റെസ്റ്റോറൻ്റ് ആണ്. നമ്മളത് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒരു സ്റ്റാർട്ടറല്ല, ഇവരുടെ ഇതാണ് ഫുഡാണ്. പപ്പടും പിന്നെ മിൽക്ക് ചട്നി ഉണ്ട്, ടാമറിനും ഉണ്ട്. അപ്പോൾ ഇത് ഇവരൊരു സ്റ്റാർട്ടർ പോലെ തരുന്നതാണ്. നമുക്ക് ഇനി ഫുഡ് ഓർഡർ ചെയ്യാം. നമുക്ക് മീൻ വരട്ടെ. നമ്മൾ ഓർഡർ ചെയ്ത വിങ്സ് വന്നിട്ട് തന്തൂരി വിങ്സ് ആണ്. ഇത് നല്ല മണമുണ്ട്. അതിൽ ഒരു പീസ് എടുക്കാം. നല്ല ചൂടുണ്ട്, നമുക്ക് ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടർ തന്തൂരി വിങ്സ് ഓർഡർ ചെയ്തേക്കണ്. ഇനി നമ്മൾ ബിരിയാണി പറഞ്ഞിട്ട് 2-3 ഐറ്റം നമ്മൾ നോക്കണ്ടേ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടർ കഴിച്ചു. ഇനി നമ്മൾ മെയിൻ കോഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മളൊരു മെയിൻ കോഴ്സ് പറഞ്ഞത് ബിരിയാണിയാണിത്. പിന്നെ തട്ട്ക റൈസ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ ബിരിയാണിക്കുള്ള റൈറ്റും ചിക്കൻ കറി. നമ്മളൊരു ഗാർലിക് നാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി അതും കൂടി വരാനുള്ളൂ കേട്ടോ. കണ്ടിട്ട് നല്ല രസം കാണാനുണ്ട്. നല്ലൊരു ഇത് ചെയ്തിട്ടുണ്ട് അവർ. ഗാർണിഷ് ആയാലും പ്ലേറ്റിംഗ് ആയാലും നല്ല ഭംഗിയുണ്ട്. നമുക്ക് ടേസ്റ്റ് നോക്കാം. നമുക്കൊരു ഗാർലിക് നാൻ വെയിറ്റ് ചെയ്യാം. കൂടി കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്തെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. റൈസ് തട്ട്ക റൈസ് എടുത്തിട്ടുണ്ട്. നമ്മളിനി നമ്മുടെ ഗാർലിക് നാൻ കൂടി ഉണ്ട്. ഗാർലിക് നാൻ എത്തിയിട്ടുണ്ട്, ചിക്കൻ കറി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഹായ് ഗൈസ്, വീണ്ടും നമ്മൾ തിരിച്ചു വന്നേക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചു. നല്ലൊരു ഫുഡായിരുന്നു. നമ്മൾ ബിരിയാണിയും തട്ട്ക റൈസ് എന്ന് പറഞ്ഞിട്ട് അതും പിന്നെ ഞാനും നല്ല ചിക്കൻ കറി എല്ലാം എന്ന് പറയുക, സ്റ്റാർട്ടർ തൊട്ട് അവരെല്ലാം ഡിഷ് നന്നായിരുന്നു കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഇതേ ഇപ്പോൾ നമ്മൾ സർണിയ ഡൗൺ ടൗൺ ചെറുതാണ്. അപ്പോൾ കൊറോണ ആയ കാരണം ഇപ്പം എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കൊറോണ ആയ കാരണം മൊത്തത്തിൽ ആകെ ഒരു ശോകം പോലെയാണ്. കാരണം അത്രയും തിരക്കൊന്നുമില്ല, അല്ലെങ്കിൽ അടിപൊളിയാന്ന് പറഞ്ഞത്. നമ്മളിപ്പോൾ ഇതാണ് ഡൗൺ ടൗൺ. അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ടും വരുന്ന വരെ ദിസ് ഇസ് ഡെന്നിസ് ഡേവിസ് സൈനിങ് ഔട്ട്.